വാവ്, ഷോപ്പ് എന്ത് രസമാണ് കാണാല്ലേ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തി ഇട്ടിരിക്കുകയാണ് ഫ്രം മണാലി. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തി സാമ്പാറും വാവ് ആൻഡ് ചായ. നേരത്തെ സ്റ്റാർട്ട് മേഗി. ഞങ്ങള് മണാലി രാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി. എവിടേക്കാ പോകുന്നത്? പാരാഗ്ലൈഡിങ് ചെയ്യാന്ന് വിചാരിക്കുന്നു. പോയി നോക്കണം എന്താണ് സംഭവം, എങ്ങനെയൊക്കെ ഉണ്ടെന്ന്, എന്നിട്ടാണ് തീരുമാനിക്കണം ചെയ്യണേന്നൊക്കെ. ഞങ്ങൾ കാറില് ലഗേജ് ഒക്കെ ഇറക്കിയപ്പോ ഫുൾ ഇഷ്ടംപോലെ സ്ഥലമാണ്. കുട്ടുവിന് കിടന്നു കളിക്കാനുള്ള സ്ഥലം. കുട്ടു ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടല്ലേ. പക്ഷെ എന്നാലും ടെമ്പറേച്ചർ ഈസ് ബിറ്റ്വീൻ 12 to 16. അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ്. തണുപ്പുകൊണ്ട് വെയിലുണ്ട്. ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു. പക്ഷെ വഴിയിൽ ഞങ്ങൾ ഹോട്ട് എയർ ബലൂൺ കണ്ടു. അപ്പൊ പിന്നെ ഇത് എങ്ങനെയുണ്ട് നോക്കാന്ന് വിചാരിച്ചു. ടീക്കേതാ പ്രൈസ് ഒക്കെ ചോദിക്കാൻ പോയിട്ടുണ്ട്. ബലൂണിൽ നമുക്ക് കയറാൻ പറ്റിയില്ല, കാരണം അവരത് സെറ്റ് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പോരാത്തന്നെ ഇന്ന് വിൻഡ് അത്ര ഫേവറബിൾ അല്ല. അപ്പോൾ നമ്മൾ പാരഗ്ലൈഡിങ്ങിനെ ചെയ്യാന്ന് വെച്ചു. പാരഗ്ലൈഡിങ് ഉള്ളത് കുളുവിലാണ്. മണാലിയിൽ നിന്ന് ഒരു 25 കിലോമീറ്ററോളം ഉണ്ട് കുളുവിലോട്ട്. നമ്മൾ ഓൺ ദ വേ ടു പാരഗ്ലൈഡിങ്. ഇവിടെ 25 കിലോമീറ്റേഴ്സ് കാണിക്കുന്നത്. പക്ഷേ നമ്മളൊരു കിടിലൻ കാഴ്ച കണ്ട് നിർത്തിയതാണ്. എങ്ങനെ നോക്കിയേ, വാവ്, ഒരു ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ്. താഴെ ഒരു കിടിലനായിട്ട് ഒഴുകുന്ന പുഴ. വാവ്, അങ്ങോട്ട് വഴിയുണ്ട് വന്നിട്ടാ. ഒരു ഇരുമ്പ് പാലാണ്, പക്ഷെ ഇതിൽ കൂടെ ഒരു കാറ് വരുന്നൊക്കെ. കാറൊക്കെ പോകുന്നത് തോന്നില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാല്. ചെറിയ ആട്ടമുണ്ടോ? ചെറിയൊരു ആട്ടമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാ. ചെറിയൊരു ആട്ടുണ്ട്. അയ്യോ കിട്ടില്ല. ഫുള്ള് ടിബറ്റൻ ഫ്ലാഗ്. ഇവിടെ നോക്കി പുഴ ഒഴുകുന്ന എന്ത് രസം കാണാല്ലേ. നമ്മൾ ആ കാണുന്ന ബ്രിഡ്ജാണ് കയറി വന്നേ. അങ്ങനെ കയറി വന്നപ്പോ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ സ്ഥലം കണ്ട. ഫുൾ പൈൻ ട്രീസ്, നല്ല കിടില ലൊക്കേഷൻ. വാവ്, പൊളി സ്ഥലം അല്ലേ. അൺഎക്സ്പെക്റ്റഡ്. വാവ്. ഓ, ഇത് ഏതോ ഗ്രാമത്തിലുള്ള റോഡ് പോകുന്നുണ്ട് അല്ലേ. ഇങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്. നൈസ്. ഇവിടുത്തെ ഒരു മുത്തശ്ശി. നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മുകളിൽ കാണാൻ 1-2 ചേട്ടന്മാരൊക്കെ പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുള്ളത്. ഈ ചേട്ടന്റെ ബൊലേറോ പിക്കപ്പില് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിലെ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോ നല്ല രസമുണ്ട്. നല്ല ഹൈറ്റിലിരുന്ന് പോകും. നല്ല രസം. നമ്മളോണ്ട് പോകുമ്പോഴേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രണ്ടിലെ ബോണറ്റ് കാണാൻ പറ്റില്ല. അവിടുത്തെ വണ്ടി മാറി മാരി മർപ്പിക്കലാണ്. രക്ഷയില്ലാത്ത മർപ്പിക്കൽ.
റോഡൊക്കെ അവിടെ മലമുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. പേടിയുണ്ടോ? സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോ ഒരു പാരഗ്ലൈഡിങ് സാധനം തലകിടായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. നമ്മളങ്ങനെ മല കയറി കയറി ടോപ്പിലെത്താറായി. നമ്മളങ്ങനെ പാരഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലത്തെത്തി. യെസ്, സ്വന്തമായിട്ട് ക്യാമറ കിട്ടിയിട്ടുണ്ട്. എന്റെ മോന് ആദ്യം മാമാണ് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് പോകാൻ പോകുന്ന സൂര്യാണ്. വാ, how do you feel? Wow. गिर जाएगा तो और ले लेना. निकाल लो क्या? फर्स्ट लोग है. अरे वाడు ఇంట్లో పెట్టుకొని ఉంటారు జాకెట్ కొను హెల్మెట్ ఇది బట్ ఆన్ करता है ऑन लॉक. ओके, ये टाइम यूर हैंड फ्री. आई कैसा करना, सिंपली करना, एक्सट्रीमली करना. वीडियो दिया अंदर भाई कैसा करना, सिंपली या एक्सट्रीमली. नहीं, मीडियम. बता देना आगे जाके सिंपली होगा, एक्सट्रीमली होगा. എന്റെ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പറയ, എന്താണ് താങ്കൾക്ക് ഇപ്പൊ പറയാനുള്ളത്? എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈം റൈറ്റ്? ഞാൻ റെഡി ആയിട്ടെ. ഞാനിവിടെ ബാഗ് ഇടുന്നു. നമ്മുടെ രമേശ് ഭായിയാണ് ഇന്നത്തെ നമ്മുടെ പൈലറ്റ്. സൂര്യ അവിടെ ഗെറ്റിംഗ് റെഡി. സിന്നാൻ ബ്രോ ബാഗ് ഇട്ടു. സൂര്യത അവിടെ നിൽക്കുന്നുണ്ട്. जायरूगा ये സൂര്യ അവിടെ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. I'm flying in Manali. സോ നമ്മുടെ പാരഗ്ലൈഡിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിചാരിച്ചത്ര പേടി. അടിപൊളി വ്യൂ ആണ്. ഞാനും വിചാരിച്ചത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ഫസ്റ്റ് ഒന്ന് കൊണ്ടായിട്ടൊന്ന് താഴെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഉള്ളിന്ന് ഇങ്ങനെ ഒരു മുകളിക്ക് സാധനം വരില്ല, അത് വന്ന് അത്ര ഉണ്ടായിരുന്നല്ലോ. പൊളി. എനിവേ അടിപൊളി എക്സ്പീരിയൻസ്. അപ്പൊ നമ്മള് പാരഗ്ലൈഡിങ് കഴിഞ്ഞിട്ട് ബാക്ക് ടു മണാലി. സമയം 3 മണിയായി. ഭക്ഷണം കഴിക്കണം. ഓൾഡ് മണാലി പോകണം. ടുബ്ബ ടെമ്പിൾ പോകണം. കുറെ പരിപാടി. ഇന്ന് ശരിക്കും പ്ലാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പാരാഗ്ലൈഡിംഗിന് ഒരുപാട് ടൈം കൊടുത്തു. നമ്മളൊരു 12:30 അല്ലേ
12 സംതിങ് എപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ 2:30 മണി കഴിഞ്ഞു. ഇടയിൽ നമ്മൾ പിന്നെ ബ്രിഡ്ജൊക്കെ കയറി കുറച്ച് നേരം ടൈം അവിടെ പാസ് ചെയ്തു. അപ്പം എന്തായാലും നമുക്ക് ഇനിയും മണാലിക്ക് തന്നെ പോകാം. നമ്മളങ്ങനെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് മണാലി എത്തി. സമയം 3:30. നല്ല കഷ്ടമുണ്ട്. കുട്ടാപ്പനെ കൊണ്ടാവാത്തോണ്ട് കുട്ടാപ്പ് ഫുൾ തെറ്റിയിരിക്കുകയാണ്. ഞങ്ങളോടൊന്നും മിണ്ടണില്ല കുട്ടാപ്പു. കുട്ടാപ്പ് എന്തെങ്കിലും പറയേ, ഒഴിവാക്കുക. നമുക്ക് പറഞ്ഞ് ഡീലാക്കാ. നമുക്കിരുന്ന് സംസാരിക്കാം കേട്ടോ. എന്നിട്ട് അപ്പം നമ്മൾ നല്ല വിശപ്പാണ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. സംസം ഹൈദരാബാദി ഫുഡ്. ഇന്നലെ ഒരു ചേട്ടൻ നമുക്ക് കാർഡ് തന്നായിരുന്നു. അപ്പം അങ്ങനെ വന്നതാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. പാരഗ്ലൈഡിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പറയാം. നമുക്ക് കഴിച്ചോക്കാം. പുറത്തുള്ള സൗണ്ട് ഉണ്ടല്ലേ. കുറച്ച് ഡ്രൈ ആണ്. വിശപ്പുള്ളതുകൊണ്ടാണോ അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളപ്പോൾ ഓൾഡ് മണാലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഓൾഡ് മണാലിയുടെ എൻട്രി ഗേറ്റ്. ഈ സൈഡ് മുഴുവൻ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ, ഫുൾ പൈൻ ഫോറസ്റ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ പൈനും ഊട്ടിയിലെ പൈനും വ്യത്യാസമില്ലേ? നമ്മളിപ്പോൾ ഓൾഡ് മണാലിയെത്തി. നമ്മൾ ഭക്ഷണം കഴിച്ച് സംസ്ഥാന സ്റ്റോറിൽ ജസ്റ്റ് 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു വാക്കിംഗ് വില്ലേജ്. ചെറിയ റോഡ് ഒക്കെ ആയിട്ട്. ഇവിടെ ഉള്ളത് ഒരു മണ്ണൂർ ടെമ്പിൾ ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെയും ഇതേപോലെ തന്നെ നിറയെ ഷോപ്പുകൾ. മെയിൻ മണാലിയെക്കാട്ടി ഇവിടെ കൂടുതലായിട്ട് ഫോറിനേഴ്സാണ് കേട്ടോ. ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കോഫി ഷോപ്പിലൊക്കെ നിൽക്കുന്നതാണ്. നല്ല ഹെവി കാറ്റാണ്. എല്ലാവരും നടന്ന് ക്ഷീണിച്ചു. അപ്പം നിറയെ ഇങ്ങനത്തെ ഡ്രീം കാച്ചസ് കാണാണ്ട. ലാമ്പ് ഷെയ്ഡ്സ് നൈസ്. കൊള്ളാം. നടന്ന് കളിച്ചു. ഇവിടെ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഫോറിനേഴ്സിന് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. ഇവിടെ എല്ലാം കുറച്ചുകൂടി ഫ്രീ ആണ് തോന്നുന്നുണ്ട്. ഫ്രീ മീൻസ് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. ഈ സാധനങ്ങളായിരിക്കും നോക്കി. നല്ല നൈസ് ഒരു കഫേ സെറ്റപ്പ് നോക്കിയേ. നല്ല സ്റ്റാൻഡേർഡ് ഷെറ്റ് കിളണ്ടല്ലേ. മുകളിൽ മല, താഴെ ഇങ്ങനെ വില്ലേജ്. വാവ് നൈസ്. ഇത് ഇവിടുത്തെ വേറൊരു കഫേയാണ്. എന്താ ആർട്ട് കഫേ. നല്ല സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഈ ചെടി കണ്ട. ഇതാണ് പെരുംജീരകത്തിൻ്റെ ചെടി. നല്ല മണമുണ്ട്. ആക്ച്വലി ഇതൊരു ചെറിയൊരു വില്ലേജാണ്. ഇവിടെ ലോക്കൽസൊക്കെ താമസിക്കുന്ന. അതിൻ്റെ കൂടെ ഒരു വീടും ഇത് കണ്ടേ ഫുള്ള് വീടുകളാ. അപ്പോൾ നമ്മളങ്ങനെ നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ജസ്റ്റ് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അവിടെ ഞങ്ങളങ്ങനെ മനു ടെമ്പിൾ. ഇതാണ് മനു മന്ദിർ. മണാലി എന്നുള്ള പേര് വന്നത് ഈ മന്ദിറിൻ്റെ ബേസിലാണെന്നോ അങ്ങനെ എന്തൊക്കെയോ സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇത് നമ്മളെ സാധാരണ ഒരു അമ്പലം പോലത്തെ സെറ്റപ്പല്ല. എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ മല. വാവ്. ഡ്രസ്സ് കണ്ടോ. ഇവിടെ മണാലിയുള്ളവരെല്ലാവരും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇടുന്ന തോന്നുന്നുണ്ട്. കൊച്ചോക്കി ഹായ് ഹായ്. ഇവിടെ മത്തങ്ങയുടെയൊക്കെ സൈസ് നോക്കിയേ. എൻ്റെ മനസ്സിൽ ക്യാമറയിൽ എത്ര മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. ഒരു വീടിൻ്റെ മുകളിലാണ്. ഓക്കെ എന്ത് സൈസാണെന്ന്. വാവ്. ഓൾഡ് മണാലി
ഓൾഡ് മണാലി ആക്ച്വലി കുറച്ചും കൂടി വൈബ് സ്ഥലമാണ്. അങ്ങനല്ല, എന്താ പറയാ, കുറച്ചുകൂടി ഒരു ഹിപ്പി വില്ലേജ് ടൈപ്പ് ഒക്കെ. ഒരുപാട് മറ്റേ ബങ്ക് സ്റ്റേ, അടിപൊളി ആർട്ട് കഫേസ്, നല്ല അടിപൊളി കഫേസ് എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ന്യൂ മണാലി മാൾ റോഡ് അതൊക്കെ പറയുന്നത് വേറെ അത് വേറൊരു വൈബ് സ്ഥലമാണ്. രണ്ടും അടിപൊളിയാണ്. ഇത് വേറെ അടിപൊളി, അത് വേറെ അടിപൊളി. വന്നു വെച്ചാൽ ഒരു ദിവസം ഇവിടെ ഒരു ദിവസം അവിടെ ആയിട്ട് നിൽക്കണം. ഇവിടെ നമ്മളെ ആപ്പിൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനമാണിത്, പോമഗ്രാനൈറ്റ്. എന്ത് സൈസ് നോക്കിയേ. ഷോപ്പ് നോക്കി എന്ത് രസമാണ് കാണാല്ലേ. സോ ഇറ്റ്സ് അവർ ഡിന്നർ ടൈം. ചിക്കൻ ഫ്രൈ, സാമ്പാർ, പപ്പടം, കമ്പിളിപ്പേരി, ചോറ്, അച്ചാറുണ്ട്. അപ്പോൾ നാളെ നമ്മൾ മണാലിയോട് വിട പറയാൻ പോവാണ്. ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ. അപ്പോൾ വേറൊരു ആഗ്രഹം കൂടി, നമ്മളിവിടെ സഫലീകരിക്കാൻ പോവുകയാണ്. മരത്തിൽ നിന്നും ആപ്പിൾ കഴിച്ചു തിന്നു. സോ നമ്മുടെ മല്ലു സിംഗ് പ്രോപ്പർട്ടീസ്, ആൻഡ് വി ഹാവ് എ സെലിബ്രിറ്റി ഹിയർ.